പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാല തനിക്കുണ്ടായ തിരിച്ചടി മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ആലോചിക്കുകയാണ്. നീനയെയും അമ്മയെയും ചെന്ന് കാണുന്ന ദേവബാല എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കണം. രാഹുൽ പുറത്തിറങ്ങിയില്ല എങ്കിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നിലേക്ക് പോകുകയില്ല. അതിൽ യാതൊരു സംശയവും വേണ്ട. എങ്ങനെയാണ് നമ്മളിനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്? അവനെ പുറത്തിറക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. ഞാൻ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ചെയ്യുന്നുണ്ട് ദേവബാല. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ആ CI പ്ലാനെല്ലാം കറക്റ്റായി ചെയ്തിട്ടാണ് അവനെ കുടുക്കിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഒരു തിരിച്ചടിയായി നമുക്ക് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഞാനും ആലോചിക്കുന്നത്. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ ഒന്നും ശരിയാവുകയില്ല ദേവബാല. എന്തിനും ഏതിനും ഞാനുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാഹുൽ പുറത്തിറങ്ങുക തന്നെ വേണം. ആ കാര്യം ഉറപ്പാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാലയുടെ നീക്കങ്ങൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ നീനയുടെ അമ്മ. ഇതേ സമയം പുതിയ തിരിച്ചടികളുമായി മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ ഇഷ. ഫോൺ ചെയ്യുകയാണ് അഭിഷേകിനെ. അഭിഷേക്, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സ്മൂത്തായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ ബുദ്ധിപൂർവമായി നീക്കങ്ങൾ മുന്നിലേക്ക് ഇനി കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാല ഇപ്പോൾ രക്ഷിക്കുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവളുടെ നീക്കങ്ങൾ ഫലം കാണുന്നതിന് മുൻപ് തന്നെ ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം. അതെ, ആ നീനയും കൂട്ടരും സഹായത്തിനായി അവിടേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ബുദ്ധിപൂർവമായ നീക്കങ്ങൾ നമ്മൾ ഇപ്പോഴേ മുന്നിലേക്ക് കൊണ്ടുപോകണം. നീ പേടിക്കേണ്ട അഭിഷേക്, ഞാനുണ്ട് എന്തിനും. ഇനി ഞാൻ കൈവിടില്ല നിന്നെ. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേകിനും സന്തോഷമായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്? അഭിഷേക് ചോദിച്ചതിനെ തുടർന്ന് പുതിയൊരു നീക്കമാണ് ഇനി വേണ്ടത്. ആദ്യം സ്വത്തുക്കൾ തിരികെ കൈക്കലാക്കണം എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഒടുവിൽ അതിന് SI സഹായിക്കും എന്നുള്ള ഉറപ്പ് അഭിഷേക് നൽകുന്നു. മാത്രവുമല്ല, ഇതോടെ വിചാരിച്ചതുപോലെ നടക്കുകയാണ് കാര്യങ്ങൾ. അഭിഷേക് വളരെയധികം ഹാപ്പിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.